അത്തം ഇടാൻ പോവുകയാണ്. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുള്ള ഒരു അത്തമാണ് ശംഖുപുഷ്പം. ഇവിടെ ഉള്ള പൂക്കൾ വെച്ചിട്ട് തന്നെയാണ് അത്തം ഇടാറ് കേട്ടോ. തിരുവോണമൊക്കെ ആകുമ്പോൾ പുറത്തുനിന്ന് വരും. ഇനി കുറച്ച് പിച്ചിയും കൂടെ എടുക്കാവേ. പിച്ചി നല്ല മണമുണ്ട്. ഇവിടെ വരുമ്പോൾ മഴ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് ആ മഴത്തുള്ളികളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് ഞാൻ ആദ്യം തുളസി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അത്തം ഇട്ട് തുടങ്ങുവാണ്. ഇതുപോലെ തന്നെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഈ അത്തം ഇട്ട് തുടങ്ങിയപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് 4 ഇനം പൂക്കൾ വെച്ചിട്ടാണ് അത്തം ഇടുന്നത് കേട്ടോ. ഓരോ ദിവസം ഇങ്ങനെ നമ്മൾ അത്തം എണ്ണം ഉണ്ടല്ലോ, അതനുസരിച്ചാണ് ഇടുന്നത്. അപ്പോൾ അതേ ഞാനിപ്പോൾ ശംഖുപുഷ്പം ഇങ്ങനെ വെച്ച് കഴിയാറായി. ശംഖുപുഷ്പത്തിൻ്റെ നിറത്തിന് ഒരിച്ചിരി കുറവുണ്ട് കേട്ടോ. കാരണം ഈ മഴ പെയ്ത് കാരണം ആവും നിറം ഇച്ചിരി ഒന്ന് മങ്ങി. ഇനിയിപ്പോൾ ഞാൻ മെലസ്റ്റോമ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. മെലസ്റ്റോമയാണ് രണ്ടാമത് വയ്ക്കുന്നത്. വേറെ പൂക്കൾ കുറവായിരുന്നു, അത് കാരണമാണ് മെലസ്റ്റോമയൊക്കെ എടുക്കുന്നത്. പക്ഷേ മെലസ്റ്റോമ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കളറൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. പിച്ചിപ്പൂവും കൂടെ വെച്ചിട്ട് ഞാൻ അത്തം ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.